പുതുനഗരം മുസ്ലിം ഹൈസ്കൂളിൽ കോടികളുടെ അഴിമതിയെന്നും മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായെന്നും മുസ്ലിം ലീഗ് വിമതർ. മേൽഘടകങ്ങൾക്ക് പരാതി നൽകിയിട്ടും ഫലമില്ലാത്തതുകൊണ്ടാണ് ലീഗ് കമ്മിറ്റികളിൽ നിന്നും വിട്ടുനിന്നതെന്ന് വിമതർ. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അധ്യാപക നിയമനം ഉൾപ്പെടെ പല വിധത്തിലും ക്രമക്കേടും അഴിമതിയും നടക്കുന്നു. സ്കൂൾ നിയമാവലിക്ക് വിരുദ്ധമായാണ് നിയമങ്ങൾ നടക്കുന്നത്. വിദ്യാലയത്തിലെ വരവ് ചെലവ് കണക്കും പ്രസിദ്ധപ്പെടുത്തുന്നില്ല. സ്കൂൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് പുതുനഗരം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ നടത്തുന്നത്. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്നതും സംഘടനാവിരുദ്ധ പ്രവർത്തനമാണ്. പഞ്ചായത്ത് കമ്മിറ്റിയോ ജനറൽ ബോഡിയോ വിളിച്ചു ചേർക്കാതെ ഏകാധിപത്യപരമായാണ് ലീഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ടില്ലെന്ന് വിമത ജനറൽ കൺവീനർ എ മുഹമ്മദ് അലി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവരെയും കോർത്തി ഇണക്കി വെച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് പാർട്ടിയെ സംഘടിച്ചു കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് പാർട്ടി പ്രവർത്തനം. എന്നാൽ പുതുനഗരത്ത് ഞങ്ങൾ ഈ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിലുള്ള പുതുനഗരം MENCA മുസ്ലിം ഹൈസ്കൂൾ കമ്മിറ്റി അത് ഭരണം നടത്തുന്നത് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ്. അവിടെ നടക്കുന്നത് കോടികളുടെ അഴിമതി എന്ന് പറയാം. ഈ അഴിമതിയൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ഒന്ന്, സ്കൂളിന്റെ പ്രവർത്തനം തന്നെ ആകെ അവതാളത്തിലായിരിക്കണം. അതായത് പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി പുതുനഗരം പഞ്ചായത്തിലെ പ്രാദേശിക മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ജോലി കൊടുക്കും. FTM ആയിട്ട് സ്കൂളിൽ FTM ആയിട്ട് ജോലി കൊടുക്കും. അവർ ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആണ് പിന്നെ ജോലി മേടിക്കുന്നവരെ പാർട്ടിയും എല്ലാം ജോലി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭരിക്കുന്നത് അവരാണ്. സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിന് എ മുഹമ്മദ് അലി, N ഉമർ ഫാറൂഖ്, H മുഹമ്മദ് ഹുസൈൻ, KS മുഹമ്മദ് അലി എന്നിവരെ പാർട്ടി സസ്പെൻഡ് ചെയ്തതിന് പിറകെയാണ് വിമതർ പരസ്യമായി രംഗത്ത് വന്നത്. എന്നാൽ നേരത്തെ രാജിവെച്ചവരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. പുതുനഗരം പഞ്ചായത്തിലെ വിമത ലീഗ് മെമ്പർമാർ രാജിവെച്ചാൽ ഭരണം BJPക്ക് അനുകൂലമാവുമെന്ന് അവർ പറഞ്ഞു. എ സൈനലാബുദ്ദീൻ, അബ്ദുൽ കരീം, പഞ്ചായത്തംഗം റസ്റ്റുൽ ഹക്ക് എന്നിവരും പാലക്കാട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.